ഇന്ന് രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. കൊച്ചിനെയൊക്കെ സ്കൂളിൽ വിട്ട് കുളിയും തളിയൊക്കെ കഴിഞ്ഞ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. അപ്പോ ഞാനിന്ന് ഈ ക്രോപ്പ് ടോപ്പ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അല്ല. ഇതെന്റെ ഒരു സാരിയുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്. അപ്പൊ ഞാനത് ഈ കാണുന്ന ഇവിടെ മുകളിൽ ഞാൻ കൊടുക്കാവേ. ആ ചുരിദാറിന്റെ ബാക്കി കിട്ടിയ പീസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒപ്പം പെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. മേക്കപ്പ് എന്ന് പറയാനായിട്ട് ആകെ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്, ഐലൈനർ. ഇതെല്ലാം എല്ലാ വീഡിയോസിലും നിങ്ങൾ കാണുന്ന സെയിം പ്രോഡക്ട്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല. ഇപ്പോ മോയ്സ്ചറൈസറാണ് തേച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും അക്വാലോജിക്കയുടെ തന്നെയാണ്. പിന്നെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട് എങ്ങടാണ് പോകുന്നതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. നമുക്ക് ഈ പുതിയ ഡ്രസ്സൊക്കെ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ലിക്വിഡ് സൺസ്ക്രീൻ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. ഒന്നത് ഫുൾ ഇങ്ങനെ ബ്ലെൻഡ് ആവാനായിട്ട് കുറെ സമയം എടുക്കും. ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റിക്കാണ്. പക്ഷെ സ്റ്റിക്ക് അത്ര ഫിനിഷിങ് നമ്മൾ ലിക്വിഡ് യൂസ് ചെയ്യുന്ന അത്ര ഫിനിഷിംഗ് ഒന്നും കിട്ടാറില്ല. പക്ഷെ എന്നാലും എനിക്കിതാണ് താല്പര്യം. സൺസ്ക്രീൻ വാരി ഇടുന്നൊന്നും അല്ലാട്ടോ ഗൈസ്, സൺസ്ക്രീൻ തീർന്നിരിക്കണേണ്. അതിനെ ഊറ്റിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഐലൈനറിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു 10-15 വർഷത്തിന് മേലെ യൂസ് ചെയ്യുന്ന അതേ ബ്രാൻഡ്, അതേ കുപ്പി, അതേ ഐലൈനർ. നമുക്ക് വേറെ പുതിയ പുതിയ ബ്രാൻഡുകൾ വന്നാലും ഈ ഒരു സാധനം മാത്രം എന്താണെന്ന് അറിയില്ല ഗൈസ്, എനിക്ക് ഇത് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതെനിക്ക് വേറെ ഏത് ഐലൈനർ യൂസ് ചെയ്താലും കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്വന്തം ഡാസ്ലർ കൊണ്ട് കണ്ണെഴുതുമ്പോൾ സുഖം കിട്ടുമെന്ന് പറഞ്ഞാലും നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടാവും. അതിനകത്ത് ഞാൻ അങ്ങനെ സുഖമായിട്ടൊന്നും അല്ല എഴുതണ. അത് വേറൊന്നുമല്ല ഗൈസ്. ഇപ്പൊ ഞാൻ ഫോണിൽ നോക്കിയിട്ടാണ് കണ്ണെഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് മിറർ തന്നെ വേണം. മിക്കവാറും ഇത് കൊളാവുന്ന തോന്നണം. എന്തൊക്കെയോ ആവുന്നുണ്ട്, കർത്താവിനറിയാം. അതിന്റെ ഇടയിലാണ് തുമ്മല്. ഐലൈനർ എഴുതാൻ വേണ്ടി എടുത്ത് അപ്പൊ തന്നെ തുമ്മയും ചെയ്യും ഗൈസ്. ഞാൻ നൈസായിട്ട് പോയിട്ട് മിററൊക്കെ എഴുതിയിട്ട് വന്നിട്ടുണ്ട്. ഇതെന്റെ കെട്ടിയോൻ ദൂരെ ഇവിടെ പണിക്ക് പോയപ്പോ എനിക്ക് ഇമാതിരി സാധനങ്ങളൊക്കെ ഇഷ്ടമെന്ന് അറിയാവുന്നതുകൊണ്ട് വാങ്ങിച്ചോണ്ട് വന്നാണ്. നമുക്കിന്ന് അത് വെച്ച് അങ്ങോട്ട് പരീക്ഷിക്കാം. സംഭവം ലാക്മയുടെ കൺമഷിയുടെ സ്റ്റിക്കാണ്. പൊളിയണമില്ല. അപ്പൊ ഇതാണ് സംഭവം. കണ്ണെഴുതാണ് ഗൈസ്. കണ്ണിന്റെ അടിയിൽ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് എഴുതുന്നത്. പിന്നെ ഞാൻ ഈ മേക്കപ്പ് ചെയ്യുന്ന രീതി, ഇപ്പൊ കണ്ണെഴുതുന്ന രീതി, അതിലൊന്നും വലിയ ചേഞ്ചസ് വരാറുമില്ല അങ്ങനെ. ആകെ വന്ന ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രസ്സാണ്. പിന്നെ ഈ ചെയ്തേക്കുന്ന ബ്ലൗസും ഈ സ്കേർട്ടും എല്ലാം നമ്മൾ തന്നെ ചെയ്തേക്കുന്നതാണ്. നമ്മളിത് പുറത്ത് ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്റെ ചുരിദാറിന്റെ ബാക്കി തുണി കൊണ്ട് ചെയ്തു കൊടുക്കുന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. പുറത്തെ ആൾക്കാർ, കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് എനിക്കായതുകൊണ്ട് എൻ്റെ അമ്മ ഓരോ പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തുന്നതും അത് ട്രയൽ ചെയ്ത് പരീക്ഷിക്കുന്നതും ഞാനാണ്. അപ്പൊ അമ്മക്ക് അത് തയ്ക്കുമ്പോൾ കിട്ടും ഒരു സുഖം. എനിക്കത് ഇട്ട് 2-3 ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടും വേറൊരു സുഖം. അപ്പോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക, DM ചെയ്യുക. നമ്മളിത് ചെയ്ത് അയച്ചു തരാം. ലിപ്സ്റ്റിക് നമ്മൾ മേരി ജോക്കിന്റെ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യണത്. അതും കെട്ടിയാൻ തന്നാണ്. എല്ലാം ഓസിയാണ് ഗൈസ്, എല്ലാം ഓസി. കെട്ടിയോൻ തന്നെന്ന് ഉദ്ദേശിച്ചത് ഇവന്റ്സ് ആണ് ചെയ്യുന്നത്. അപ്പോ ആ ഇവന്റ്സ് ചെയ്യുമ്പോ ഈ മറ്റേ എന്താ പറയാ, ബ്യൂട്ടി എക്സിബിഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടുന്ന് ആൾക്ക് കിട്ടുന്നതാണ്. അതെല്ലാം ഞാൻ കുമ്മനടിക്കും ഗൈസ്. കമ്മല് ഞാനൊരു കുട പോലത്തെ ജിമിക്കി, നമ്മളുടെ മെയിൻ സാധനം, അത് വിട്ടിട്ടുണ്ട്. പിന്നെ മുടി അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് ആസ്വദിക്കുകയാണ് ഗൈസ്. പണ്ടാരം ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് എന്തൊക്കെയോ പാട്ട് പാടുന്നുണ്ട്. ആ വള ഞാൻ സെയിം ആ കമ്മലിന്റെ അതേ കളർ തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. അപ്പൊ ഗൈസ് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്. അപ്പോ ഇനി കുറച്ച് കറക്കം, അങ്ങോട്ട് കറക്കം, ഇങ്ങോട്ട് കറക്കം. അതും കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.